കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത സന്തോഷ് ശെൽവവുമായി പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിലേക്ക് ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുകയാണ്. രഘുനാഥ് നാരായൺ ചേരുന്നുണ്ട്. രഘു, ഇനി രാത്രിയിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ? അനശ്വര, ഈ പ്രതിയുമായി ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ജില്ലാ പോലീസ് ട്രെയിനിംഗ് സെന്റർ എത്തിയിരിക്കുകയാണ്. ആദ്യമേ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അവിടെ മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്തതുകൊണ്ട്, കാരണം സന്തോഷ് സെൽവം ഒരു തവണ പോലീസിന്റെ നിന്ന് കളഞ്ഞ പ്രതിയാണ്. അതുകൊണ്ട് ഒരു കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്തേക്ക് എത്തിച്ച് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പക്ഷേ സ്ഥലത്തെത്തിയേക്കും. ഇതിനുശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം കൊണ്ടുപോവുക. എന്തായാലും പ്രതിയുടെ വളരെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയെ ഈ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രമൊക്കെ ധരിപ്പിച്ചതിന് ശേഷമാണ് വാഹനത്തിൽ നിന്ന് ഇറക്കിയത്. ഇയാളെ പോലീസ് ട്രെയിനിംഗ് സെന്ററിന് അകത്തേക്ക് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയെ ഇവിടെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും നാളെ വിശദമായ വാർത്താ സമ്മേളനം നടത്തുക. ആദ്യം തന്നെ ഇയാൾ പ്രതിയാണോ, അതായത് ഈ ആലപ്പുഴയിൽ നടന്ന മോഷണ പരമ്പര, മുഖംമൂടി സംഘത്തിന്റെ മോഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ബന്ധം, അല്ലെങ്കിൽ ഇയാളുടെ ഇൻവോൾവ്മെന്റ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കാം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പോലീസ് നിരന്തരമായി, അതായത് ഒരു മാസത്തിനിടെ 10-ലധികം വീടുകളിലാണ്, പ്രത്യേകിച്ച് മണ്ണഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ 10-ലധികം വീടുകളിലാണ് മോഷണ സംഘം, മുഖംമൂടി സംഘം, അതായത് മുഖം മറച്ച് അർദ്ധനഗ്നരായി എത്തുന്ന സംഘം വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കളഞ്ഞത്. പോലീസ് ഒരു കേസിന്റെ അന്വേഷണം നടത്തുന്നതിനിടയിൽ മറ്റ് ഒരു തുടർ ചലനം അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ എന്ന നിലയിൽ പലയിടത്തും മോഷണം നടന്നിരുന്നു. അത് പോലീസിന് വലിയ നാണക്കേടും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കി. രാത്രി ജനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി പട്രോളിംഗ് ഒക്കെ നടത്തിയെങ്കിലും ഇവരെ പിടികൂടാനായില്ല. പക്ഷെ അപ്പോഴും എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് ശേഷം 3 ദിവസത്തിനകം ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്തായാലും ആ റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ, നിലവിൽ ഒരാളെ മാത്രമേ, സന്തോഷ് സെൽവത്തെ മാത്രമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 3 പേര് കസ്റ്റഡിയിൽ, മറ്റ് 2 പേർ കൂടി കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുണ്ടന്നൂർ അവിടെ ആ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണിവർ. ഒരു പക്ഷേ അതിന്റെ മറവിൽ മോഷണം വർഷങ്ങളായി നടത്തുന്നവരായിരിക്കാം. ഇവർ കുറുവാ സംഘത്തിൽപ്പെട്ട, അതായത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ ജനിച്ച് മോഷണം കുലത്തൊഴിലാണ് എന്ന് കരുതി മോഷണം നടത്തുന്ന സ്ഥിരം കുറ്റവാളികളാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എസ് പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അദ്ദേഹം ഇവിടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അദ്ദേഹം ആദ്യം മുതൽ തന്നെ 3 ദിവസം മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു 2 ദിവസത്തിനകം ഒരു റിസൾട്ട് ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ശുഭാപ്തി വിശ്വാസം യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രത്യേക മണ്ണഞ്ചേരി സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് ഇതിന് നിയോഗിച്ചിട്ടുള്ളത്. ആ സംഘം ആണ് സന്തോഷ് സെൽവം അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. അവര് ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. എസ് പി ഉണ്ട്, ഡിവൈഎസ്പി ഉണ്ട്, അടക്കമുള്ള ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ സന്തോഷ് ശെൽവത്തെ പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ, നാളെ വിശദമായ വാർത്താ സമ്മേളനം, ഇതെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.